സൂപ്പർ ശരണ്യയിലെ നായിക ശരണ്യായിരുന്നെങ്കിലും ഫാൻ ബേസ് ഉറപ്പിച്ചത് സോനാര കൂടെയായിരുന്നു. സോനാരയുടെ സിമ്പിൾ മാനറിസങ്ങളും തനത് ശൈലിയും പെട്ടെന്ന് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. അന്നുവരെയും കണ്ടുവന്ന ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പൊളിക്കുന്ന ശരണ്യയും സോനാരയും അവരുടെ ഹോസ്റ്റൽ ജീവിതവും ചിത്രത്തിന്റെ മേജർ സെല്ലിംഗ് പോയിന്റ് ആയിരുന്നു. റിലീസിനൊപ്പം സോനാരയും സെൻസേഷണലായി. സോഷ്യൽ മീഡിയയിൽ ആ കഥാപാത്രത്തിന് പോലും ഫാൻ പേജുകൾ സൃഷ്ടിക്കപ്പെട്ടു. സിനിമയിലെ നായികയ്ക്കും നായകനുമൊപ്പം സഹതാരങ്ങൾക്ക് കൂടെ ഹീറോയിക് പരിവേഷം നൽകുക എന്നത് ഗിരീഷ് ഏടിയുടെ മാന്ത്രികതയാണ്. അങ്ങനെ പടുത്തുയർത്തിയ നായകനെയും നായികയെയും വെച്ച് അയാൾ അടുത്ത സിനിമയും ഇറക്കി. കേരളത്തിലും അതിന്റെ ബൗണ്ടറിക്ക് പുറത്തും ആരവങ്ങളും ആഘോഷങ്ങളും ഏറ്റുവാങ്ങിയ പ്രേമലു. നായികയുടെ യാതൊരു പൊടിപ്പുന്നൊങ്ങനുമില്ലാതെ നമുക്കൊക്കെ അടുത്ത പരിചയമുള്ള റീനുവായി, അതേസമയം ലൈക്കബിൾ ആയൊരു റൊമാൻറ്റിക് താരമായി പ്രേമലുവിന്റെ വരവോടെ മമിത മാറി. ഹണീബി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ആസിഫ് അലിയുടെ സഹോദരിയായി മാസ് ലുക്കിൽ വന്നിറങ്ങിയ കിടങ്ങൂരുകാരി മമിത. ജില്ലം ജില്ലാനയ്ക്ക് പുറകിലെ നിരയിൽ ചുവടുവെച്ച ആ സഹനടി ഇന്ന് തെന്നിന്ത്യയിലെ മൂല്യമേറിയ താരപദവിയിലേക്കുള്ള ജൈത്രയാത്രയിലാണ്. വിജയുടെ ജനനായകനിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കൂടാതെ സൂര്യയുടെ നായികയായും പ്രദീപ് രംഗനാഥിന്റെ നായികയായും തെന്നിന്ത്യൻ സിനിമയിലെ തന്റെ സ്ഥാനം സ്ഥായിയായ പുഞ്ചിരി കൊണ്ട് ഉറപ്പിക്കുന്ന മമിത ബൈജു. കരിയറിന്റെ തുടക്കകാലത്താണ് മമിതയെ തേടി തമിഴ് സിനിമയിൽ നിന്നും ആദ്യമായ ഒരു ഓഫർ എത്തുന്നത്. സംവിധായകൻ ബാല, നായകൻ സൂര്യ. കണ്ണട ചോക്കെ പറയാൻ അത്രയും തന്നെ ധാരാളം. മലയാള സിനിമയിലെ ചെറു വേഷങ്ങൾക്കിടയിലാണ് സൂര്യയുടെ സഹോദരിയായിക്കൊണ്ടുള്ള മുഴുനീള വേഷം. 6 മാസത്തോളം ചിത്രത്തിനായുള്ള പരിശ്രമങ്ങൾ നടത്തി. ഫിസിക്കൽ ട്രെയിനിങ്ങും ലാംഗ്വേജ് ട്രെയിനിങ്ങും പൂർത്തിയാക്കി. കാത്തിരിപ്പിനൊടുക്കം ഷൂട്ടും ആരംഭിച്ചു. കോളേജിൽ അറ്റൻഡൻസ് നഷ്ടമാകുന്നതോ എക്സാമോ വകവയ്ക്കാതെയാണ് മമിത സിനിമ ഏറ്റെടുക്കുന്നതും അതിനായുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും. എന്നാൽ പാതി വഴിയിൽ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് അത് പറഞ്ഞറിയിക്കാത്ത അത്ര വിഷമം ഉണ്ടാക്കി. പക്ഷേ അവിടെ നിന്നും ലഭിച്ച അനുഭവങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്നാണ് മമിത പ്രതികരിച്ചത്. വർഷങ്ങൾ കടന്നുപോകവേ അവരിലേക്ക് വന്നു ചേർന്നത് സൂര്യയുടെ നായികാവേശം തന്നെയാണ്. ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി ആറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യ 46ന്റെ പൂജയിൽ അവർ വീണ്ടും ഒന്നിച്ചു. തമിഴ് സിനിമയിലെ പുത്തൻ താരം പ്രദീപ് രംഗനാഥിന്റെ ഡൂഡിലും മമിത തന്നെ നായിക. രാക്ഷസിന് ശേഷം രാംകുമാറും വിഷ്ണു വിശാലും ഒന്നിക്കുന്ന ഇരണ്ടുവാനിലും മുഖ്യ ഫീമെയിൽ ലീഡ് മമിതയാണ്. വെറും 24-ാം വയസ്സിൽ കയ്യിലുറപ്പിക്കുന്ന തെന്നിന്ത്യയിലെ ഏതൊരു താരത്തെയും മോഹിപ്പിക്കുന്ന ലൈനപ്പ്. ഒരു കാലത്ത് അസിനും നയൻതാരയും തമിഴിൽ തീർത്ത സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള വഴിയെ തന്നെയാണ് മമിതയെന്നും അഭിപ്രായങ്ങളുണ്ട്. തമിഴിൽ നീണ്ട നിര ചിത്രങ്ങൾ കാത്തിരിക്കുമ്പോഴും മലയാളത്തിൽ ഗിരീഷ് ഏടിയുടെ തന്നെ സംവിധാനത്തിൽ ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന ചിത്രത്തിൽ നായികയാവുന്നത് മമിതയും നായകൻ നിവിൻ പോളിയുമാണെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. പ്രേമലു സെൻസേഷൻ അമൽ ഡേവിസിനും ഒപ്പമുള്ള ഡിനോ പൗലോസ് ചിത്രവും കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ കയ്യിൽ വന്ന എല്ലാ അവസരങ്ങളിലും തന്റേതായ ഇൻപുട്ട് നൽകി മമിത ബിൽഡ് ചെയ്തെടുത്തതാണ് തിളക്കമുള്ള ഈ കരിയർ. ഖോഖോ എന്ന ചിത്രത്തിലെ അഞ്ജു തോരാതെ പെയ്യുന്ന മഴയത്ത് മറയ ടീച്ചറോട് അമ്മയെ കുറിച്ച് ആദ്യമായി സംസാരിച്ചു തുടങ്ങുകയാണ്. എനിക്ക് ഇടിയും മഴയൊക്കെ പേടിയാ ടീച്ചറെ. 5ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയുടെ അന്ന് ഇതുപോലെ ഭയങ്കര മഴയായിരുന്നു എന്ന് അഞ്ജു പറഞ്ഞു തുടങ്ങുകയാണ്. പരീക്ഷ കഴിഞ്ഞും പിന്നീട് ഒരിക്കലും തന്നെ വന്ന് വിളിക്കാതിരുന്ന അമ്മയെ പരിചയപ്പെടുത്തുന്ന രംഗം. ഇമോഷണലി ഭാരമുള്ള ആ രംഗത്തെ ആ കുഞ്ഞു നായിക ഒതുക്കത്തിൽ തന്റെ മീറ്ററിനകത്ത് നിർത്തി. ഹൈലി ഡ്രമാറ്റിക് ആയ രംഗത്തെ സ്വന്തം മാനറിസങ്ങളിലൂടെ റിലേറ്റബിൾ ആക്കി ഉള്ളുപൊളിച്ചു. ഓപ്പറേഷൻ ജാവയിലെ അൽഫോൻസയിൽ നിന്നും സ്പോർട്സ് ഡ്രാമയായ ഖോഖോയിലേക്ക് എത്തിയപ്പോഴേക്കും കൊമേഴ്ഷ്യൽ സ്റ്റാറ്റസിന് അപ്പുറത്തേക്ക് തന്റെ റേഞ്ച് തെളിയിക്കുകയായിരുന്നു മമിത. ഓപ്പറേഷൻ ജാവയിലെ അൽഫോൻസയെ പലരും തേപ്പുകാരി എന്ന് വിളിക്കുന്നതിൽ സങ്കടമുണ്ട്. എനിക്ക് ആ വാക്ക് തന്നെ ഇഷ്ടമല്ല. ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചു കൂടിയാണ് പെരുമാറുന്നത്. അൽഫോൻസയ്ക്ക് അവരുടേതായ കാരണങ്ങളുണ്ടെന്ന് മമിത പറയുന്നു. സോനാര ആയാലും റീനു ആയാലും അൽഫോൻസ ആയാലും അവരുടേതായ മാനറിസങ്ങൾ കൊണ്ടുവരികയെന്നത് മറ്റു നടിമാരിൽ നിന്നും മമിതയെ വ്യത്യസ്തമാക്കുന്നതാണ്. മുന്നിലൊരു ക്യാമറയോ തിരശീലയോ ഉണ്ടെന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാതെയാണ് കഥാപാത്രങ്ങളായി അവർ മാറുന്നത്. എത്ര ക്രിട്ടിക്കലായ സാഹചര്യമായിരുന്നാലും അവരുടെ കഥാപാത്രങ്ങൾ സ്വാഭാവികമായി മാത്രമേ പ്രതികരിച്ച് കാണാറുള്ളൂ.